ഗൾഫ് സമുദ്രത്തിൽ വിദേശ ശക്തികളുടെ പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാരുടെ ജീവൻ പൊലിയാൻ അനുവദിക്കില്ലെന്ന് ശക്തമായിട്ടുള്ള താക്കീതുമായി ഭാരതം. ഒമാൻ തീരത്ത് വിദേശ വാണിജ്യ കപ്പലിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഗൾഫ് മേഖലയിൽ ഇന്ത്യ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. തങ്ങളുടെ പൗരന്മാരുടെ ജീവന് കാവലായി ഇന്ത്യയുടെ സർവ്വസന്നാഹങ്ങളും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ജൂൺ 10 ഒമാനിലെ സോഹാർ തീരത്ത് വെച്ചാണ് MT സെറ്റബെല്ലോ എന്ന കപ്പലിന് നേരെ അമേരിക്കൻ ആക്രമണം ഉണ്ടായത്. പലാവു രാജ്യത്തിന്റെ പതാക വഹിച്ച ഈ കപ്പലിലുണ്ടായിരുന്ന 28 ജീവനക്കാരിൽ 24 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേർക്കാണ് ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടത്. അവശേഷിക്കുന്ന 21 ഇന്ത്യക്കാരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഈ ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളും രക്ഷപ്പെട്ടവരെയും ഉടൻ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. നാവികരുടെ ക്ഷേമനിധിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം അടിയന്തര സഹായവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദേശ കപ്പലുകളിലായി ആയിരക്കണക്കിന് ഇന്ത്യൻ നാവികരാണ് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ തങ്ങളുടെ സൈനിക താല്പര്യങ്ങൾക്കായി ഈ സമുദ്രപാതകളെ ഒരു യുദ്ധക്കളമായി മാറ്റുമ്പോൾ അതിൽ ഇരകളാക്കപ്പെടുന്നത് ഇന്ത്യ പോലുള്ള വികസന രാജ്യങ്ങളിൽ നിന്നുള്ള സാധാരണ തൊഴിലാളികളാണ്. കപ്പൽ ഉടമകൾക്ക് യാതൊരു ബാധ്യതയും വരാതിരിക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള മറ്റു രാജ്യങ്ങളുടെ പതാകകൾക്ക് കീഴിലാണ് ഈ കപ്പലുകൾ സർവീസ് നടത്തുന്നത്. സമുദ്ര സുരക്ഷ ഒരുക്കേണ്ട അമേരിക്കൻ സേനയുടെ നീക്കങ്ങൾ തന്നെ ഇന്ന് വാണിജ്യ കപ്പലുകൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പാശ്ചാത്യ സഖ്യങ്ങളെ ആശ്രയിക്കാതെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗും ഇന്ത്യൻ നാവികസേനയും ഏകോപിപ്പിച്ച് അറേബ്യൻ സമുദ്രത്തിൽ സ്വന്തമായി സുരക്ഷാ ഇടനാഴികൾ ഒരുക്കാൻ ന്യൂഡൽഹി നിർബന്ധിതരായിരിക്കുകയാണ്. യുദ്ധഭീതി കാരണം കപ്പലുകൾക്ക് ഇൻഷുറൻസ് തുക കുത്തനെ ഉയർന്നതോടെ ഗൾഫ് വഴിയുള്ള ചരക്ക് നീക്കം വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ അപകടം പിടിച്ച കടൽ മാർഗം ഒഴിവാക്കി ഇറാനിലെ ചബഹാർ തുറമുഖം വഴി മധ്യേഷ്യയിലേക്കുള്ള സുരക്ഷിതമായിട്ടുള്ള കരമാർഗമുള്ള വ്യാപാര പാതകൾ അതിവേഗം വികസിപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഭാരതം. സമുദ്രത്തിലെ ഈ വലിയ പ്രതിസന്ധികൾക്കിടയിലും ഭാരതം തങ്ങളുടെ നാവികർക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. ഒരു വിദേശ ശക്തിയുടെയും മുന്നിൽ സ്വന്തം പൗരന്മാരുടെ സുരക്ഷ അടിയറവ് വയ്ക്കില്ല എന്ന ഇന്ത്യയുടെ ഉറച്ച പ്രഖ്യാപനമാണിത്. ദുരന്തമുഖത്ത് ജീവൻ വെടിഞ്ഞ നമ്മുടെ ധീരരായിട്ടുള്ള നാവികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.